കന്നഡയിലെ ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ കാന്താര ചാപ്റ്റർ 1 ബോക്സ് ഓഫീസിൽ ചരിത്രം കുറിക്കുകയാണ്. വേൾഡ് വൈഡ് കളക്ഷൻ ഇതിനോടകം 750 കോടി സ്വന്തമാക്കിയ ചിത്രം കേരളത്തിൽ നിന്ന് 50 കോടിയിലധികം കളക്ഷൻ നേടി. ഇതോടെ കേരള ബോക്സ് ഓഫീസിലെ എലൈറ്റ് ലിസ്റ്റ് ഋഷഭ് ഷെട്ടിയും ഇടം പിടിച്ചിരിക്കുകയാണ്. 50 കോടി 100 കോടിയുമെല്ലാം സ്വപ്നമായി നിന്ന ബോളിവുഡിൽ ആദ്യമായി 50 കോടി നേടിയ ചിത്രം ദൃശ്യമായിരുന്നു. കേരള ബോക്സ് ഓഫീസിലെ പല ബമ്പർ റെക്കോർഡുകളും ആദ്യം നേടിയത് മോഹൻലാലായിരുന്നു. മലയാളത്തിലെ ആദ്യ 100 കോടി ചിത്രമായ പുലിമുരുകൻ കേരളത്തിൽ നിന്ന് മാത്രം 80 കോടിയിലേറെ നേടിയിരുന്നു. പിന്നീട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 50 കോടിയിലധികം കളക്ഷൻ നേടിയ തെലുങ്ക് ചിത്രം ബാഹുബലി 2 ആയിരുന്നു. ഇന്ത്യയിലെ സകല സംസ്ഥാനങ്ങളിലും ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ ബാഹുബലി 2 കേരളത്തിൽ മുരുകന്റെ മുന്നിൽ മാത്രമാണ് മുട്ടുകൊടുക്കേണ്ടി വന്നത്. പിന്നീട് കേരളത്തിൽ നിന്ന് 50 കോടി നേടിയ ചിത്രം മോഹൻലാലിന്റെ ലൂസിഫർ ആയിരുന്നു. 2022 കെജിഎഫ് 2ഉം ഈ പട്ടികയിൽ ഇടം നേടി. 2016 മുതൽ 2022 വരെ വെറും 4 സിനിമകൾ മാത്രമാണ് ഈ പട്ടികയിൽ ഇടം നേടിയതെങ്കിൽ പിന്നീടുള്ള 3 വർഷത്തിൽ 12 സിനിമകളാണ് കേരളത്തിൽ നിന്ന് മാത്രം 50 കോടിയിലേറെ കളക്ഷൻ നേടിയത്. 2010 എവരിവൺ ഈസ് എ ഹീറോ, ജയിലർ, ലിയോ എന്നീ സിനിമകൾ 2023 കേരള ബോക്സ് ഓഫീസിൽ ചരിത്രമെഴുതി. 2024 പ്രേമലു, ആടുജീവിതം, മഞ്ഞുമൽ ബോയ്സ്, ആവേശം, അജയന്റെ രണ്ടാം മോഷണം എന്നീ സിനിമകളും ഈ ലിസ്റ്റിൽ ഇടം നേടി. 2025 കേരളത്തിൽ നിന്നും മാത്രം 100 കോടി നേടിയ 2 സിനിമകൾ പിറന്നു. തുടരുമും ലോഗോയും എന്നീ സിനിമകൾ ചരിത്ര വിജയത്തിലേക്ക് കടന്നപ്പോൾ എമ്പുരാനിലൂടെ മോഹൻലാൽ ഒരിക്കൽ കൂടി കേരളത്തിൽ നിന്ന് 50 കോടിയിലേറെ കളക്ഷൻ നേടി. ഇപ്പോഴത്തെ ഋഷഭ് ഷെട്ടി കാന്താരയിലൂടെയും കേരള ബോക്സ് ഓഫീസിൽ ചരിത്രം കുറിച്ചു. എന്നാൽ ഇത്രയും താരങ്ങൾ കേരളത്തിൽ നിന്ന് 50 കോടി നേടിയപ്പോഴും ഇൻഡസ്ട്രിയിലെ പല വമ്പൻ താരങ്ങളും ഈ നേട്ടത്തിൽ എത്തിയിട്ടില്ല. മമ്മൂട്ടി, ദുൽഖർ സൽമാൻ എന്നിവർ അധികം വൈകാതെ ഈ പട്ടികയിൽ ഇടം നേടുമെന്ന് ആരാധകർ കരുതുന്നു. ഇനി വരാനിരിക്കുന്ന വമ്പൻ സിനിമകളും ബോക്സ് ഓഫീസിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്.